ഹായ് മക്കളെ, മൈക്രോബയോളജി എവിടെയെല്ലാം പഠിക്കാം? CUT എക്സാമിനേഷൻ എഴുതിയിട്ട് ഇന്ത്യയിൽ മൈക്രോബയോളജി പഠിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് വിശദമായി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മൈക്രോബയോളജി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയാണ്. നിങ്ങൾക്ക് +2 ശേഷം മൈക്രോബയോളജി ഒക്കെ കഴിഞ്ഞ ശേഷം സാധാരണ എല്ലാ ലബോറട്ടറികളിലും ഒരു മൈക്രോബയോളജിസ്റ്റിന് ആവശ്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ മൈക്രോബയോളജി ഒക്കെ വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് റിസർച്ച് മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസർച്ച് ലാബുകളിൽ അതുപോലെ തന്നെ മെഡിക്കൽ സെക്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മൈക്രോബയോളജി വലിയ സാധ്യതയുള്ളൊരു സെക്ടറാണ്. നമുക്കറിയാം, പുതിയ കുറേ വൈറസുകളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെയുള്ള റിസർച്ച് നടത്താനും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനൊക്കെ ഇത്തരം മൈക്രോബയോളജിസ്റ്റുകൾ ആവശ്യമുണ്ടാവും. അങ്ങനെ മൈക്രോബയോളജി പഠിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ പരിചയപ്പെടാം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മൈക്രോബയോളജി ഉണ്ട്. അവിടെ BSc ഹോണേഴ്സ് മൈക്രോബയോളജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് ബേസിക്കലി എഴുതേണ്ടത്. എനി വൺ ലാംഗ്വേജും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എഴുതേണ്ടതായിട്ട് വരും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ 4 ഇയർ BSc മൈക്രോബയോളജി ഹോണേഴ്സ് റിസർച്ച് പ്രോഗ്രാമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് എഴുതേണ്ടതായിട്ട് വരിക. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി ഷില്ലോങ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ BSc മേജർ ഇൻ മൈക്രോബയോളജി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എഴുതേണ്ടത്. യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ അവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ബാച്ചിലർ ഇൻ മൈക്രോബയോളജി ആണ്. ബയോളജി അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടതായിട്ട് വരിക. അമിറ്റി യൂണിവേഴ്സിറ്റി നോയിഡ ഉണ്ട്. അവിടെ നിങ്ങൾ എഴുതേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉള്ളത് മെഡിക്കൽ മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി എന്നുള്ള കോഴ്സ് ഉണ്ട്. ബാച്ചലർ ഓഫ് സയൻസ് ആൻഡ് ഓണേഴ്സ് മൈക്രോബയോളജി ഉണ്ട്. ബാച്ചലർ ഓഫ് സയൻസ് മൈക്രോബയോളജി ഓണേഴ്സ് റിസർച്ച് ഉണ്ട്. ഇംഗ്ലീഷ്, ബയോളജി, കെമിസ്ട്രി എന്നുള്ള സ്വഭാവത്തിലാണ്. മെഡിക്കൽ മൈക്രോബയോളജിയും അതുപോലെ തന്നെ ഇമ്മ്യൂണോളജിക്കാണ് ബയോളജി ആവശ്യമായിട്ട് വരിക എന്നുള്ളതാണ്. അമിറ്റി പഞ്ചാബ് ക്യാമ്പസിലുണ്ട്. BSc ഓണേഴ്സ് മൈക്രോബയോളജി ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് BSc MSc, ബാച്ചലർ ഓഫ് സയൻസ് മൈക്രോബയോളജി ഓണേഴ്സ് റിസർച്ച് പ്രോഗ്രാം ഉണ്ട്. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരിക. DIV യൂണിവേഴ്സിറ്റി ഉണ്ട് പഞ്ചാബ്. അവിടെ BSc മൈക്രോബയോളജി ഓഫർ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ്, ബയോളജി, ബയോകെമിസ്ട്രി ഈ പറയുന്ന പേപ്പറുകളാണ് എഴുതേണ്ടത്. ബയോളജി തന്നെയാണ് ബേസിക്കലി എഴുതേണ്ടതായിട്ട് വരിക. LPU ഉണ്ട്. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ്. LPUവിലുള്ള കോഴ്സ് എന്ന് പറയുന്നത് BSc ഓണേഴ്സ് മൈക്രോബയോളജിയാണ്. അതുപോലെ തന്നെ BSc മൈക്രോബയോളജി ഓഫർ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് സെക്ഷൻ 2 എനി വൺ ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലുള്ള ഏതെങ്കിലും ഒന്ന്. സെക്ഷൻ 3 ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി യൂണിവേഴ്സിറ്റി ഉണ്ട് ജാർഖണ്ഡ്. BSc ഹോണേഴ്സ് മൈക്രോബയോളജിയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് ഓഫർ ചെയ്യുന്നത്. ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഉണ്ട് ലക്നോയിൽ. അവിടെ BSc ഹോണേഴ്സ് മൈക്രോബയോളജി ഉണ്ട്. ജനറൽ ടെസ്റ്റാണ് എഴുതേണ്ടത് എന്നതാണ്. ഇത് കൂടാതെയുള്ള യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും സെക്ടറലായിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സ് എന്നുള്ള നിലക്ക് കൂടുതൽ പ്രൈവറ്റ് സെക്ടറുകളിലാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. മറ്റല്ലാതെ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഈ കോഴ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് മൈക്രോബയോളജി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ +2ൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാം. CUT ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ക്രാഷ് ബാച്ചിലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് +2 നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ CUT എക്സാമിനേഷനിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ഈ ജൂപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.